അങ്കമാലിയിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് വെന്തു മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു തീപിടുത്തം. ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, ഇവരുടെ മക്കളായ ജോവാന, ജസ്വിൻ എന്നിവരാണ് വെന്തു മരിച്ചത്. ബിനീഷും ഭാര്യയും മക്കളും കിടന്നുറങ്ങിയിരുന്ന മുകളിലത്തെ നിലയിലെ മുറിക്കാണ് തീപിടുത്തമുണ്ടായത്. താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന ബിനീഷിന്റെ അമ്മ തീ ആളുന്നത് ആദ്യം കണ്ട് ബഹളം വെച്ചു. അയൽവാസികൾ ഉൾപ്പെടെ ഓടിയെത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും തീ ആളിപ്പടർന്നു. തീ അണച്ചപ്പോഴേക്കും ഇവർ വെന്തു മരിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പക്ഷേ ഡോറ് ലോക്കഡായി പോയി. ഒരു തരത്തിലും ഡോറ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഫയർഫോഴ്സാണ് ഡോറ് തുറന്നത്. അതിനുശേഷം ഞാൻ ഇവിടുത്തെ സംഭവം തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തീ പിന്നെ താഴേക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് ഒരാൾക്കും കടത്താൻ പറ്റും. ഫയർഫോഴ്സിൽ പോയി അവിടുത്തെ വണ്ടി അവിടെ ചെന്ന് ഫയർഫോഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആണ് തീ കടത്തിയത്. ഏതാണ്ട് 10-15 കൊണ്ട് തീയൊക്കെ കെടുത്തി കഴിഞ്ഞു ഒരിക്കലും. അപ്പോഴേക്കും അവർ മരിച്ചു. ഇവരുടെ അമ്മ ഇവർ പറയുന്ന പ്രകാരം 4 മണിക്ക് അമ്മ പ്രാർത്ഥനിക്കാൻ വേണ്ടി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഈ മുറിയിൽ എന്തോ സൗണ്ടും ഒച്ചക്കൊക്കെ കേട്ട് ഞെരക്കൊക്കെ കേട്ടുന്നു. അപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ സൈഡിൽ ഏതോ അഴയിലൊക്കെ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു 4 മണിക്ക് അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ തീ പിടിച്ചിട്ടുണ്ടാവും. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. മൂത്ത കുട്ടി ജോവാന 3ാം ക്ലാസ്സിലും രണ്ടാമത്തെ കുട്ടി ജസ്വിൻ 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഭാര്യ നഴ്സറി ട്യൂട്ടറായി ജോലി ചെയ്യുന്നു. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മുകളിലെ മുറിയിൽ മാത്രം എങ്ങനെ വലിയ രീതിയിൽ തീപിടിച്ചുവെന്നും അതെങ്ങനെ ആളിപ്പടർന്നുവെന്നും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. വീടിനു ചുറ്റും CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.